നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. കഴിഞ്ഞ ദിവസം തൃക്കലങ്ങോട് കുതിരാടത്ത് കരീമിന്റെ വീട്ടിലെ കൂട്ടിലടച്ചിരുന്ന 7 ആടുകളെ കടിച്ചുകൊന്ന പുലി വനവകുപ്പിന്റെ കെണിയിൽപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടെ വൻ ജനസാഗരമാണ് ഇവിടേക്കെത്തിയത്. വനവകുപ്പിന്റെ കൂട്ടിലകപ്പെട്ടപ്പോഴും വീര്യവും ശൗര്യവും വിടാത്ത മട്ടിലായിരുന്നു പുലി. പുലിയെ കാണാൻ ആളുകൾ കൂടിയപ്പോൾ കൂട്ടിനകത്ത് അക്രമാസക്തനായി ശൗര്യം പ്രകടിപ്പിച്ചു. ഇന്നലെ രാത്രി 11-നാണ് തൃക്കലങ്ങോട് കുതിരാടത്ത് വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ കാട്ടിൽ വിടാൻ കൊണ്ടുപോയത്. കുതിരാടത്തു നിന്ന് നിലമ്പൂരിലേക്ക്, അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് വിടാനാണ് പദ്ധതി. നാട്ടുകാരുടെ സഹായത്തോടെയാണ് വനപാലകർ പുലിയെ ലോറിയിൽ കയറ്റിയത്. ഇന്നലെ രാത്രി 8:30-യോടെയാണ് പുലി കൂട്ടിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊന്ന് ഭക്ഷിക്കാതെ പോയ ആടിനെയാണ് ഇരയാക്കി കൂട്ടിൽ വെച്ചത്. അതിൻ്റെ മാംസകഷ്ണങ്ങൾ വഴിയിൽ വിതറിയിരുന്നു. വനപാലകർ സ്ഥലത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിരുന്നു. ഇര തേടി പുലിയെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു വനപാലകർ. കണക്കുകൂട്ടലുകൾ തെറ്റാതെ പുലി കൂട്ടിൽ അകപ്പെട്ടു. വനവകുപ്പ് കൂട് സ്ഥാപിച്ച് 1.5 മണിക്കൂറിനകം പുലി ഇര തേടിയെത്തി. ആടുകളെ കൊന്ന് മുഴുവൻ ഭക്ഷിക്കാതെ പോയ പുലി ശേഷിക്കുന്ന ഭക്ഷണം തേടിയുള്ള വരവിലാണ് കൂട്ടിലായത്. ഇതോടെ ഒരു നാടിൻ്റെ ശ്വാസം നേരെ വീണു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആടുകളെ കൊന്നത് പുലിയാണെന്ന് വ്യക്തമായതോടെ നാടാകെ പുലിപ്പേടി പരന്നു. 8 വയസ്സുള്ള ആൺപുലിയാണെന്ന് വെറ്റിനറി ഡോക്ടർ സ്ഥിരീകരിച്ചു. അങ്ങാടിയിലും കവലകളിലും ചർച്ച പുലിയായി. ആദ്യമായാണ് പ്രദേശത്ത് പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പുലിയെ കാണാനെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ പോലീസും വനപാലകരും കുഴഞ്ഞു. പുലി കൂട്ടിൽ കുടുങ്ങിയെന്ന വാർത്ത പരന്നതോടെ 100 കണക്കിന് ആളുകൾ കുതിരാടത്തെത്തി. വീതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. 3 കിലോമീറ്റർ ദൂരം വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.